കഥ, നേരറിവിൻ കഥ, നെറികേടിൻ കഥ, അർത്ഥതൈ കഥ, നാട്ടുകഥ. ശിവ, ഇലക്ഷനൊക്കെ ചൂട് പിടിച്ച് തുടങ്ങിയല്ലോ. തുടങ്ങി. സാറിന്റെ അനൗൺസ്മെന്റ് വരുന്നത് അത് നമ്മളെ ശശീന്ദ്രൻ്റെതാണെന്ന ഒരു സംശയം. നമ്മളെ കുഞ്ഞിരാമേട്ടന്റെ പോലെ. അത് തന്നെ. പ്രിയമുള്ളവര്, ആസന്നമായ തെരഞ്ഞെടുപ്പിന്റെ അവസാന ദിവസമായ ഇന്ന് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് സമാപനം കുറിച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി കടമ്പറമ്പത്ത് ശശീന്ദ്രകുമാർ ഈ പ്രചരണ വാഹനത്തിൽ കടന്നു വരികയാണ്. നിങ്ങളുടെ ഓരോ വോട്ടും അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ഐശ്വര്യത്തിന്റെ ചിഹ്നമായ ശാന്തിയുടെ സമാധാനത്തിന്റെ വാത്സല്യത്തിന്റെ ചിഹ്നമായ ചിരവയേന്തിയ പാവം വീട്ടമ്മ അടയാളത്തിൽ രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ചെരവെടുത്ത വീട്ടമ്മ എങ്ങനെയാണോ സമാധാനത്തിന്റെ ചിഹ്നാകുക? നമ്മളെല്ലാം വീട്ടിൽ ചെരവെടുത്ത അമ്മേരെ സമാധാനക്കേടാ ഒരു ചിഹ്നം ഉണ്ടാക്കുന്നു. അത് ശരിയാ. എന്താണ് വീട്ടമ്മ, എന്താണ് ചിരവ എന്ന സമ്മതിദായകർക്ക് ബോധിപ്പിക്കുന്നതിന് വേണ്ടി ഇന്നുച്ചയ്ക്ക് കൃത്യം 2 മണിക്ക് പുത്തൂർ മഠം മൈതാനത്ത് ബൂത്ത് കെട്ടിയ 24 കാലുകൾ ഒരു പന്തിനു പിറകെ പായുന്ന അത്ഭുതകരമായ മത്സരത്തിന്റെ ആവേശത്തിമപ്പിൽ ഇകേഴ്സ് പാലാഴിയുടെ കായിക താരങ്ങൾ നൈജീരിയൻ താരങ്ങളായ കുണോപ്പിയെ അണിനിരക്കിക്കൊണ്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് മഞ്ചേരിയുമായി പോരടിക്കുമ്പോൾ തീപ്പാറുന്ന പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കാൻ എതിർ സ്ഥാനാർത്ഥിയെ ഒരു ഫുട്ബോൾ പോലെ തട്ടിക്കൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി കണ്ണമ്പറമ്പത്ത് ശശീന്ദ്രകുമാർ ഇതാ കടന്നു വരികയാണ്, ഇതാ കടന്നു വരികയാണ്. അനുഗ്രഹിക്കുക, ആശീർവദിക്കുക. കുഞ്ഞിരമേട്ടന്റെ ഓമന മകനായി നാട്ടിൽ പിറന്നൊരു കണ്ണമ്പുറത്ത് ശശീന്ദ്രകുമാർ, നാടിന്റെ വികസന നായകനീത നാട്ടാരെ ഓമന കണ്ണമ്പുറത്ത് ശശീന്ദ്രകുമാർ, ചിരവയേന്തിയ വീട്ടമ്മ ചിഹ്നത്തിൽ വോട്ടുകൾ ചെയ്യുക കണ്ണമ്പുറത്ത് ശശീന്ദ്രകുമാറിനെ വിജയിപ്പിക്കുക, വിജയിപ്പിക്കുക നാട്ടാരെ ഓമന കണ്ണമ്പുറത്ത് ശശീന്ദ്രകുമാറിനെ. പ്രിയമുള്ള നാട്ടുകാരെ, നിങ്ങളോട് നിങ്ങളോട് 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ശശീന്ദ്രകുമാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രിയമുള്ള വോട്ടർമാരെ, അമേരിക്കയിലെ ഫിലാഡൽഫിയ എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിൽ ഏകദേശം 700ഓളം വരുന്ന സഹോദരിമാർ കടലിൽ നിന്നും മീൻ കിട്ടാതെ അതിദാരുണമായി പട്ടിണി കിടക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. ബ്രസീലിന്റെ ഉൾപ്രദേശമായിട്ടുള്ള ഫിക്രാഡോ എന്ന് പറയുന്ന സ്ഥലത്ത് കഴിഞ്ഞ 3 മാസങ്ങളായി നിരവധി കന്നുകാലി സുഹൃത്തുക്കളാണ് ചത്തൊടുങ്ങിയിട്ടുള്ളത്. ചൈനയിലാവട്ടെ, ആയിക്കോട്ടെ, അത് ഇവിടെ പറഞ്ഞത് ചൈനയിലായിക്കോട്ടെ, വ്ളാഡിമിർ ഇല്യാനോവിച്ച് സേവിയോസ് പുട്ടിന്റെ കടയിൽ നിന്ന് പുട്ടു വാങ്ങിക്കഴിച്ചിട്ടുള്ള നിരവധി ആളുകൾ ഭക്ഷ്യവിഷബാധയേറ്റ് മരിക്കുന്ന കാഴ്ചയാണ് കുറച്ച് നാളുകളായിട്ട് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം ഒരു പരിഹാരം കാണണമെങ്കിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ചിരവയേന്തിയ ഈ പാവം വീട്ടമ്മ അടയാളത്തിൽ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് മുഴുവൻ ആളുകളോടും വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ആറ്റുമണൽ വാരുവാൻ പാസു തരും ശശീന്ദ്രകുമാർ, നാട്ടിലുള്ള റോഡുകൾ താറിത്തു തരും ശശീന്ദ്രകുമാർ, വീടായ വീട്ടിലെല്ലാം മൂർച്ചയുള്ള ചിരവകൾ, കേടാകും നേരം കേടു തീർക്കുവാനാളെ വിടും, ഓരോ വോട്ടും ശശിക്കു നൽകി വിജയിപ്പിക്കണമേ, വിജയിപ്പിച്ചാൽ പറഞ്ഞതെല്ലാം ചെയ്തു തരാമേ. ഇവേട്ടാ, നമ്മളെ ചിഹ്നം മറക്കണ്ട. ഓ, അത് ഞാൻ മറക്കണം. പിന്നെ നമുക്ക് ഈ ഉന്തുവണ്ടിയൊക്കെ മാറ്റിട്ട് ഒരു പീടിയാക്കണ്ട. ഇവിടെ എല്ലാം മാറ്റണം മോനെ. അതിനുള്ള വഴി അപ്പൊ തെളിഞ്ഞു വരുന്നേ കേട്ടോ. ആയിക്കോട്ടെ. നമസ്കാരം. നമസ്കാരം മുതലാളി. മുതലാളിന്നോ? ഞാൻ നിങ്ങളെ ശശിയല്ലേ ശിവേട്ട? നിങ്ങൾ ഇന്ന് അനുഗ്രഹിച്ചാല് നന്നായി വാ മോനെ. അനക്കന്റെ 1 വോട്ടല്ല 2 വോട്ട് വരും. 2 വോട്ട് ഇത് അസാധമായി പോവേ. ശിവേട്ട, 1 വോട്ട്, ഒരൊറ്റ വോട്ട് മതി. എനക്കൊരു വോട്ടുണ്ടെങ്കിൽ അത് മോനുള്ളത് തന്നെയാ. അല്ല, അപ്പൊ എന്റെ പുകയില്ലാത്ത അടുപ്പിന്റെ കാര്യമോ? ഒക്കെ നമുക്ക് ശരിയാക്കാന്ന്. പറഞ്ഞ മറന്നു പോരുത്. അച്ഛനോട് പ്രത്യേകം പറയണം വോട്ട് ചെയ്യേ. അല്ല, അതിന് അച്ഛൻ മരിച്ചുപോയില്ല. അതെ, പക്ഷെ അച്ഛന്റെ ഐഡന്റിറ്റി കാർഡ് വീട്ടിലില്ലേ? ഉണ്ട്. മതി. അത് വാങ്ങിച്ചു വെച്ചോട്ടോ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ആരും മറക്കരുത്, നമ്മുടെ ചിഹ്നം ചിരവയേന്തിയ വീട്ടമ്മ. കുഞ്ഞിരമേട്ടന്റെ ഓമന മകനായി നാട്ടിൽ പിറന്നൊരു കണ്ണമ്പുറത്ത് ശശീന്ദ്രകുമാർ, നാടിന്റെ വികസന നായകനീത നാട്ടാരെ ഓമന കണ്ണമ്പുറത്ത്. പോളിംഗ് ബൂത്തിൽ
ബൂത്തിന്റെ ഫ്രണ്ടിലെത്തുമ്പോ ഓർക്കണം നിങ്ങളെന്റെ പേപ്പറ്റേ. ചുവന്ന ബട്ടണിൽ വിരലമർത്തുമ്പോ ഓർക്കണം നിങ്ങളെന്റെ പേപ്പറ്റേ. നാക്കു നീട്ടിയ പേപ്പട്ടി അത് എന്നും ഒരയ്ക്കണം നെഞ്ചില്. ചിരവ അടിക്കെന്ന് പൊളിച്ചു ദൂരെ എറിയണം എന്റെ നാട്ടരെ. പ്രിയമുള്ള നാട്ടുകാരെ, നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീമാൻ അയ്യപ്പൻകുട്ടിയേട്ടൻ പേപ്പട്ടി അടയാളത്തിൽ മത്സരിക്കുന്ന വിവരം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. അയ്യപ്പൻകുട്ടിയേട്ടനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾ കണ്ട് മനസ്സ് മടുത്ത് മരവിച്ച് മദ്യപിച്ച് മതോന്മത്തനായി AC ബാറിന്റെ മുകളിൽ കിടന്ന് വാള് വെച്ച് ഒരു പെഗ്ഗിന് വേണ്ടി പേപ്പട്ടിയെ പോലെ മോങ്ങുന്ന അയ്യപ്പൻകുട്ടിയേട്ടന്റെ മുഖമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അന്നു മുതൽ ഏത് പേപ്പട്ടിയെ കണ്ടാലും എനിക്ക് അയ്യപ്പൻകുട്ടിയേട്ടന്റെ മുഖമാണ് ഓർമ്മ വരുന്നത്. അയ്യപ്പൻകുട്ടിയേട്ടന്റെ മുഖം കാണുമ്പോൾ പേപ്പട്ടിയെയും. പിന്നീട് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന വിവരം പറഞ്ഞപ്പോൾ ഞാനാണ് അയ്യപ്പൻകുട്ടിയേട്ടനോട് പറഞ്ഞത്, അയ്യപ്പൻകുട്ടിയേട്ടാ, ഇങ്ങക്ക് പറ്റിയ ചിഹ്നം പേപ്പട്ടിയാണ്, നിങ്ങളാണ് പേപ്പട്ടി, നിങ്ങൾക്ക് മാത്രമേ ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾ കടിച്ചു കീറി ഒരു പേപ്പട്ടിയെ പോലെ കുരച്ചു ചാടാൻ കഴിയൂ എന്ന്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇനി 2 വാക്ക് സംസാരിക്കുന്നതിനായി ശ്രീമാൻ അയ്യപ്പൻകുട്ടിയേട്ടനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദരണീയരായ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഒരുപാട് വേദികളിൽ പ്രസംഗിച്ച് ശബ്ദം ഒരല്പം പോയിരിക്കുകയാണ്. പക്ഷെ എന്റെ ശാരീരിക അസ്വസ്ഥതകളൊന്നും നിങ്ങളെ അറിയിക്കുന്നില്ല. നിങ്ങളോട് 2 വാക്ക് ഞാൻ സംസാരിക്കും. ശ്രീ കണ്ണുംപറമ്പത്ത് ശശീന്ദ്രകുമാർ എന്ന പ്രിയ സുഹൃത്തിനോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. എന്തിന് ഈ ഇല്ലാവചനങ്ങൾ പറഞ്ഞു നടക്കുന്നു? എന്തിന് ഇത്രയും ബഹളങ്ങൾ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതിന് കാരണമുണ്ട് സുഹൃത്തുക്കളെ. എന്റെ അമ്മയ്ക്ക് അസുഖം വന്നിട്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ചികിത്സിച്ച പൈസ പഞ്ചായത്തിന്റെ അവൻ പറഞ്ഞു നടന്നു. എനിക്ക് മുട്ടിയ കാര്യങ്ങൾ ഞാനൊരു മനുഷ്യനാണ്, അതയാൾ മനസ്സിലാക്കും. ഞാൻ എടുത്തുകൊണ്ടു നടന്നിരുന്ന എന്റെ കുഞ്ഞു പെങ്ങൾ, ഞാൻ എടുത്തുകൊണ്ടു നടന്നിരുന്ന എന്റെ കുഞ്ഞു പെങ്ങൾ ഇപ്പോൾ എനിക്കുണ്ട് വികാരങ്ങൾ. കാരണം ഞാനൊരു മനുഷ്യനാണ്. എന്റെ വീട്ടിലെ കാലത്ത് 8:30 മണിക്കെത്തും. എന്നിട്ട് എന്റെ അമ്മ ചുട്ടുണ്ടാക്കുന്ന വെള്ളപ്പവും മുട്ടക്കറിയും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണത്. നിങ്ങൾ മനസ്സിലാക്കും. എന്താണ് ഈ പറയുന്നതിന്റെ അർത്ഥം? എന്തായാലും എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല. എന്റെ പ്രിയപ്പെട്ട പേപ്പട്ടിക്ക് വോട്ട് ചെയ്ത് ഈ അയ്യപ്പൻകുട്ടിയെ വിജയിപ്പിക്കണമെന്ന് പ്രിയപ്പെട്ട നാട്ടുകാരോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുക. എല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം. പോളിംഗ് ബൂത്തിന്റെ ഫ്രണ്ടിലെത്തുമ്പോ ഓർക്കണം നിങ്ങളെന്റെ പേപ്പറ്റേ. ചുവന്ന ബട്ടണിൽ വിരലമർത്തുമ്പോ നല്ല കഥയായി. നായി ചിന്നാന്ന് വിചാരിച്ചിട്ട് നായിനോട് ആരെയും വോട്ട് ചോദിക്കാടോ? മനുഷ്യന്മാരെ അടിച്ചാൽ കേസ് കൊടുക്കാന്ന് വിചാരിക്കാം. അതിപ്പോ നായി അടിച്ചിട്ട് എന്ത് ചെയ്യാനാ? എന്ത് ചെയ്യേ, നടക്കട്ടെ, എല്ലാം വൈപോലെ നടക്കും. അങ്ങനെ ഇലക്ഷനും കഴിഞ്ഞു. അല്ലടോ, ചെലവി എന്ത് വീട്ടമ്മ പേപ്പട്ടിനെ തല്ലി കൊല്ലോ, അതോ പേപ്പട്ടി കടിച്ച് വീട്ടമ്മ അങ്ങ് ചാവോ? ആരാ ചാകുന്നെന്ന് കുറച്ച് കഴിയുമ്പോ അറിയാമല്ലോ. അതെ, പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പിന്റെ ഫലം അറിയേണ്ട സമയമല്ലോ. എന്റെ ശിവ റേഡിയോ ഒന്ന് ഓണാക്ക്. ഓ, ഞാനത് മറന്നുപോയല്ലോ. നമസ്കാരം. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്തകൾ. സംസ്ഥാനത്ത് അവസാന റൗണ്ട് വോട്ടെണ്ണൽ പൂർത്തിയായിരിക്കുന്നു. പുത്തൂർമഠം മണ്ഡലത്തിലെ വോട്ടെണ്ണൽ പൂർത്തിയായി കഴിഞ്ഞപ്പോൾ CDF-ലെ അയ്യപ്പൻകുട്ടി തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥിയായ JDF-ലെ ശശീന്ദ്രകുമാറിനേക്കാൾ 4 വോട്ടുകൾക്ക് പരാജയപ്പെട്ടിരിക്കുന്നു. ഞാൻ വിചാരിച്ച എന്റെ പീഡിയ പോയിന്ന്. എന്തായാലും ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. അത് ഉറപ്പല്ലേ? അയ്യപ്പൻകുട്ടി വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ? ഓരേ ചവിട്ടി കിട്ടിയ മൂർഖനാ. അല്ലടോ, എന്താണ് ഒരു ഒച്ചപ്പിടിയൊക്കെ? എടാ ശിവ, ശശീന്ദ്രകുമാറിന്റെ ജാഥാടാ വരുന്നത്. ആണോ? എന്നാ എനക്കോനൊന്ന് പൊന്നാലേക്ക് സ്വീകരിക്കണം. തുറന്നപ്പോ അയ്യപ്പൻ പൊട്ടി, തുറന്നപ്പോ അയ്യപ്പൻ പൊട്ടി. ആരാ മോന കരയണത്? അയ്യപ്പൻ. എന്തിനാ മോന കരയണത്? പെട്ടി പെട്ടി ബലത്ത് പെട്ടി, പെട്ടി തുറന്നപ്പോ അയ്യപ്പൻ പൊട്ടി, തുറന്നപ്പോ അയ്യപ്പൻ പൊട്ടി. ആ, നിർത്തി. മാറിക്ക് എല്ലാരും മാറിക്ക്. അടക്ക ഞാനൊന്ന് പൊന്നാടിട്ടോട്ടെ. പൊന്നാടൊക്കെ ഞാൻ ഇട്ടോളാം. അങ്ങോട്ട് കൊണ്ടാ. പ്രിയമുള്ളവരെ, നിങ്ങളെ വിജയിപ്പിച്ച നിങ്ങളുടെ സ്വന്തം സ്ഥാനാർത്ഥി നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. 2 വാക്ക് സംസാരിക്കുവാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു.
പ്രിയമുള്ളവരെ, കൂടുതലൊന്നും പറയാനില്ല. എനിക്ക് വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിച്ച് എന്റെ എതിർ സ്ഥാനാർത്ഥിയായ കശ്മലനെ ഈ നാട്ടിൽ നിന്നും തുരത്തി ഓടിച്ച നിങ്ങളോട് 1000 നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഒരു പേപ്പട്ടിയെ തല്ലിക്കൊല്ലുന്നത് പോലെ അയ്യപ്പൻകുട്ടിയെ തുരത്തി ഓടിച്ച എന്റെ പ്രിയപ്പെട്ട വോട്ടർമാർക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. നാക്ക് നീട്ടിയ പേപ്പട്ടിയല്ല, ആട്ടിൻ തോലിട്ടൊരു ചെന്നായായിരുന്നു അവൻ. അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് അവന്റെ വീട്ടിൽ നിന്ന് 2 അപ്പവും മുട്ടക്കറിയും കഴിച്ചത് ഈ നാട് മുഴുവൻ പറഞ്ഞെന്നെ നാട്ടിക്കില്ലായിരുന്നു അവൻ. എന്തായാലും നിങ്ങൾ അവന് കൊടുത്ത മറുപടിയിൽ ഒന്ന് മാറി എന്താണെന്ന് അവിടെ എന്താ? അതെ, തോറ്റ സ്ഥാനാർത്ഥി അയ്യപ്പൻകുട്ടിയുടെ പ്രതിഷേധ പ്രകടനം വരുന്നുണ്ട്. നിങ്ങൾ അണികളോടൊന്ന് ആത്മസംയമനം പാലിക്കാൻ പറയണം. എന്നാ പിന്നെ അന്ന് കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം. ഇങ്ങോട്ട് മാറിക്ക്, തന്നെ മാത്രം എനിക്കൊരു പേടിയുള്ളൂ. പറഞ്ഞു നിൽക്കാൻ സമയമില്ല. നിങ്ങൾ ഒന്ന് മാറി നിന്ന് അങ്ങോട്ട് മാറി നിൽക്കുക. അവര് വരട്ടെ. മാറിക്ക്. അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? നമ്മൾ നാളെയും കാണണ്ടേ? നമ്മൾ നാളെയും കാണണ്ടേ? 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പം 8ാം ക്ലാസ് പഠിക്കുമ്പോ എന്റെ അമ്മ ചുട്ടൊരു വെള്ളപ്പം, എന്റെ അമ്മ ചുട്ടൊരു വെള്ളപ്പം മുട്ടയും കുട്ടി തട്ടിയിട്ട് നാണമില്ലേ ഇങ്ങനെ പറയാൻ, നാണമില്ലേ ഇങ്ങനെ നാണമില്ലേ ഇങ്ങനെ പറയാൻ, നാണമില്ലേ ഇങ്ങനെ പറയാൻ. നമ്മൾ നാളെയും കാണണ്ടേ? നമ്മൾ നാളെയും കാണണ്ടേ? ഇങ്ങനെയൊന്നും പറയരുത്, ഇങ്ങനെയൊന്നും പറയരുത്. ഉള്ളിൽ സങ്കടം ഉണ്ട് കേട്ടോ, ഉള്ളിൽ സങ്കടം ഉണ്ട് കേട്ടോ. ഇങ്ങനെയൊന്നും പറയരുത്, ഇങ്ങനെയൊന്നും പറയരുത്. പ്രതിഷേധ പ്രകടനം സിന്ദാബാദ്, പ്രതിഷേധ പ്രകടനം സിന്ദാബാദ്, പ്രതിഷേധ പ്രകടനം സിന്ദാബാദ്, പ്രതിഷേധ പ്രകടനം സിന്ദാബാദ്. ഓനെ തോൽപ്പിച്ച മൂസായിടാം. നിങ്ങൾ തോറ്റാ മതി. എക്സ്ക്യൂസ് മീ. താങ്ക് യു സാർ. താങ്ക് യു ഫോർ യുവർ കോർപ്പറേഷൻ. ഞാൻ നിവേദനം കൊടുക്കാനുള്ളവരൊക്കെ അങ്ങോട്ട് പോരി. വരിക്ക് ഇങ്ങനെ അങ്ങോട്ട് തിക്കി തക്കി പോണ്. ഇത് ഞാനാണ്. എന്റെ പേര് പറഞ്ഞാ മതി, മൂപ്പർക്ക് അറിയാം. എന്നിട്ട് മനസ്സിലാക്കില്ല, ഇത്തിരി പുരിയാന്ന് പറഞ്ഞാ മതി. തൽക്കാലം എന്റെ കൈ തന്നാ മതി, ഞാൻ കൊടുത്തോളാം. സാറേ, എന്റെ പുകയില്ലാത്ത അടുപ്പിന്റെ കാര്യോ? എടോ, നമ്മൾ കൊടുത്തില്ലിരുന്നത്. കക്കൂസ പാസക്കി. തൽക്കാലം ഒരു കക്കൂസ് തരാം. സാറേ, അടുപ്പിന് പുകയില്ലാണ്ട് കക്കൂസ് കിട്ടിയിട്ട് എന്താ കാര്യം? അപ്പൊ എല്ലാവരും നിവേദനം കൊടുത്ത സ്ഥിതിക്ക് യോഗം തിരിച്ചു വിട്ടിരിക്കുന്നു. വെക്ക എല്ലാരും വെക്കളി. അല്ല, ഇതെല്ലാം കൂടി ഇങ്ങനെ വാങ്ങിച്ചിട്ട് ഇപ്പൊ എന്താ ചെയ്യാ? ഇതാ നിനക്കൊരു രാഷ്ട്രീയ ഭാവി ഇല്ലാന്ന് ഞാൻ എപ്പോഴും പറയുന്നത്. ഈ നിവേദനം ഇങ്ങോട്ട് എടുക്കുക, എന്നിട്ട് വലിച്ചങ്ങോട്ട് കീറി നിലത്തേക്ക് അങ്ങോട്ട് ഇടുക. ഇനി ചവിട്ടി അങ്ങോട്ട് മെതിക്കുക. മെതിച്ചു. എന്നിട്ട് അതങ്ങോട്ട് എടുക്കുക. എടുത്ത്. ഇനി അതെന്താ കാണുന്നത്? കുപ്പത്തൊട്ടി. അതിലേക്ക് അങ്ങോട്ട് ഇടുക. ഇട്ടു. കഴിഞ്ഞ്. ഇത്രയേ ഉള്ളൂ നിവേദനത്തിന്റെ കാര്യം. അങ്ങനെ ഖജനാവിൽ കൈയിട്ട് വാരിയും ഒടികാൽ വെട്ടിയും തമ്മിൽ തല്ലിയും 5 വർഷങ്ങൾ 5 ദിവസങ്ങൾ പോലെ കടന്നുപോയി. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലം. കുഞ്ഞിരമേശന്റെ ഓമന മകനായി നാട്ടിൽ പിറന്നൊരു കണ്ണമ്പുറത്ത് ശശീന്ദ്രകുമാർ, നാടിന്റെ വികസന നായകനീത നാട്ടാരെ ഓമന കണ്ണമ്പുറത്ത് ശശീന്ദ്രകുമാർ. ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാലും 5 വർഷം കഴിയുമ്പോൾ നമ്മളെല്ലാം മറക്കും. നമുക്ക് തന്നിട്ടുള്ള വാഗ്ദാനങ്ങൾ അവരും മറക്കും. ഈ മറവി കൂടുതലുള്ളത് കൊണ്ടാവാം ചില നേതാക്കൾ പറയുന്നത് പൊതുജനം കഴുതയാണെന്ന്. നേരറിവിൻ കഥ, നെറികേടിൻ കഥ, നേരായുള്ളൊരു നാട്ടുകഥ. നേരറിവിൻ കഥ, നെറികേടിൻ കഥ, അക്കഥ ഇക്കഥ നാട്ടുകഥ. ഒരു കഥ പറയാം, ഒരു കഥ പറയാം, നിലയില്ല കഥ നാട്ടുകഥ. ഒരു കഥ പറയാം.